ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഫ്രൂട്ട്സ് വെച്ചൊരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അഗർ എന്ന് പറയുന്ന ചൈനീസ് ഗ്രാസും കൂടി വേണം കേട്ടോ. അപ്പം ഇതൊക്കെ വെച്ചിട്ട് അടിപൊളി ഒരു ബർത്ത്ഡേ കേക്ക് റെഡിയാക്കാൻ പോവുകയാണ് ഞാൻ. ആദ്യം നമുക്കതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറുതായിട്ട് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് കട്ടിയുള്ള ഫ്രൂട്ട്സ് ഒന്നും വേണ്ട. ഇതുപോലുള്ള ഫ്രൂട്ട്സ് മതി. പിന്നെ ഞാൻ അഗർ ഒരു 15 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് ഞാൻ വെള്ളത്തിൽ അലിക്കാൻ ഇട്ടേക്കുവാണ്. വെള്ളത്തിലിട്ട് ഒന്നൊരു 10 മിനിറ്റ് കുതിർത്തതിന് ശേഷം അത് നമുക്ക് ചൂടാക്കണം വെള്ളം വെച്ചിട്ട്. അപ്പം ഞാൻ ആ സമയം കൊണ്ട് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം അഗർ ശരിക്കും അലിന്ന് വന്നിട്ടുണ്ട്. ഇനി ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വേണം നമുക്ക് ഒരു 1 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ പാലോ നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പം വെള്ളം വെച്ചാണ് ഉപയോഗിക്കുന്നത്. 1 ലിറ്റർ വെള്ളം അടുപ്പേ വെച്ചിട്ട് തിളയ്ക്കുമ്പോഴത്തേക്കും ഈ അഗർ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനകത്ത് ഒട്ടും വെള്ളമൊന്നും കാണില്ല. ഞാൻ നല്ലപോലെ ഊറ്റി മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഞാനപ്പം ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് അഗറിട്ട് നല്ലപോലെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മെൽറ്റാകണം. മെൽറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് ഷുഗർ ആഡ് ചെയ്യേണ്ടത്. ഷുഗർ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വേണം ആഡ് ചെയ്യാൻ. പിന്നെ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഇത് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ചെറിയൊരു അലങ്കാരപ്പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നൈസായിട്ട് നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഈ അഗർ ചൂട് പോകുന്നതിന് ഇപ്പുറം തന്നെ നമുക്ക് ഓരോ ലെയറായിട്ട് ഒഴിച്ച് കൊടുക്കണം. ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് മെൽറ്റായി കഴിയുമ്പം നമുക്ക് അതൊന്ന് അരിച്ച് മാറ്റണം. മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റിയതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ. അപ്പം ഞാൻ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് ഞാൻ അരിച്ച് മാറ്റാൻ പോവുകയാണ്. ഇപ്പം ഞാനത് അരിച്ചതാണ് ഇത് ഞാൻ ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇപ്പം ഞാൻ ആദ്യത്തെ ലെയർ വെച്ചു. എന്നിട്ട് ഞാൻ ആദ്യം ഇടാൻ പോകുന്നത് നമ്മുടെ ഓറഞ്ച് കട്ട് ചെയ്തിരിക്കുന്നതാണ് ഞാൻ ആദ്യം വെക്കുന്നത്. അത് അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള ഫ്രൂട്ട്സും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഈ ഒരു ലെയർ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടയായതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത ലെയർ ഒഴിച്ച് കൊടുക്കണേ. അങ്ങനെ അടുത്ത സെക്കൻഡ് ലെയർ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചൂട് പോയി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കട്ടയായി പോകും. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ച് ഓരോ ലെയറും ചെറുതായിട്ട് കട്ടയാവുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അടുത്ത ലെയറിലോട്ട് അത് ഒഴിച്ച് കൊടുത്ത് അടുത്ത ഫ്രൂട്ട് നല്ലതുപോലെ ഇട്ട് കൊടുക്കണം. എയർ ബബിളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോരോ ലെയറുകളും ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ലെയർ ഇട്ട് കൊടുക്കുമ്പോഴും ആ ഇട്ട് കൊടുത്തത് ജസ്റ്റ് ഒന്ന് കട്ട ആയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അടുത്ത ലെയർ നമ്മൾ ഒഴിക്കാവുള്ളൂ. അങ്ങനെ ഞാൻ ഓരോന്ന് ഇട്ടിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിൽ ഒരു 1 അവർ വെച്ചാൽ ഇത് സെറ്റാകും. ഞാനിപ്പോൾ ഫ്രീസറിൽ വെക്കാൻ പോവുകയാണ് ഫ്രിഡ്ജിലെടുത്തിട്ട്. എന്നിട്ട് എനിക്ക് ഈവനിങ് ഒരു ഫംഗ്ഷനുണ്ട്. അതിനുവേണ്ടി കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇത് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇങ്ങനെ ഇരിക്കും. ഞാൻ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ട് തന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ കേക്കിൻ്റെ ലാസ്റ്റത്തെ ലുക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ്.